ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടുത്തെ ലക്ഷറി ഒരു ഹോട്ടലിൽ പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, റാഡിസൺ ബ്ലൂ എന്ന് പറയും. അപ്പോൾ നമ്മുടെ നാട്ടിലായാലും എവിടെയായാലും അതുണ്ട്. ഇൻ്റർനാഷണൽ ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ ജോർജിയയിൽ അതെങ്ങനെയാണെന്ന് ഒന്ന് അറിയാൻ വേണ്ടി ഞാനിന്ന് പോവുക. അപ്പോൾ എന്തായാലും ഞാൻ അതിനു വേണ്ടി റെഡിയായി സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളും, അവിടെ റെസ്റ്റോറൻറ്റ് ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതൊന്ന് അവിടുത്തെ ഫുഡും കാര്യങ്ങളും എക്സ്പീരിയൻസും അവിടുത്തെ ആംബിയൻസും എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് കാണിക്കാം. കാരണം ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് കിട്ടിയ ഒരു റെസ്റ്റോറൻറ്റും കൂടെയാണ് ഇവിടുത്തെ ടോപ്പ് 1 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് അവിടെ നിന്ന് പോയി എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പറ്റുന്ന ഫുഡുകൾ വാങ്ങിച്ച് ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് അതിൻ്റെ അകത്തുള്ള എല്ലാം കാണിച്ച് റാഡിസണും കണ്ട് നമുക്കൊന്ന് ചെറിയൊരു ക്യൂട്ട് മിനി വ്ളോഗ് പോലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പോകാൻ നിൽക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ടാക്സി ബുക്കാക്കി അവിടെ പോയി അങ്ങ് ഇറങ്ങണം. അല്ലാതെ പോകണമെങ്കിൽ ടാസ്ക്കാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ട് പിന്നെ ഞാൻ അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പോൾ നോക്കാം എന്താണെന്ന്. അപ്പോൾ ആദ്യം നിങ്ങളെല്ലാം കണ്ട് എൻജോയ് ചെയ്തിട്ട് വരും. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ. ഞാൻ അവിടെ നിന്ന് ഒരു ക്യാബ് പിടിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്യാബ് പിടിച്ച് റാഡിസൺ പോണ വഴിയാണ്. ഇത് ഞാൻ അവിടെ എത്തി. അവിടുത്തെ എൻട്രൻസ് ആണ് കാണാം. ഇതാണ് ഫുൾ ബിൽഡിംഗ്. വലിയൊരു ബിൽഡിംഗ് ആണ്. നല്ല ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇതാണ് ആ റെസ്റ്റോറൻറ്റ്, ഫീൽനി റെസ്റ്റോറൻറ്റ് ഇൻസൈഡിൽ അകത്തോട്ട് പോകുന്ന ഏരിയ. ഇത് നിങ്ങൾക്ക് കാണാം. സൈഡിലെല്ലാം ആംബിയൻസ് ആണ്. അവിടുത്തെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതൊക്കെ ഫുള്ള് ഞാൻ അവിടുത്തെ ആംബിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുക. അവിടുത്തെ ലൈറ്റിംഗ് ആയിക്കോട്ടെ, അവിടുത്തെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയറാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പം ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് ഞാൻ പിന്നെ മെനു ആണ്. ഇതാണ് അവിടുത്തെ മെനു. ഫിലിനി ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് എഴുതിയിട്ടുണ്ട്. അകത്ത് കാണിക്കുന്നില്ല. ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതായത് സൈഡിൻ്റെ മെനു ആണ്. പിന്നെ അത് അടുത്തത് ആദ്യമായിട്ട് അവർ നമുക്ക് കൊണ്ട് തന്നത് സ്പെഷ്യൽ അവിടുത്തെ സ്റ്റാർട്ടേഴ്സ് പോലെ ബ്രെഡും ഒലിവും. പിന്നെ ഞാൻ ലെമനേഡ് ഓർഡർ ചെയ്തത് അതും വന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് കാണാം. പിന്നെ പറയുകയാണെങ്കിൽ ഇതാണ് അവിടുത്തെ ക്ലബ് സാൻഡ്വിച്ച്. അടുത്ത സാധനങ്ങളും വന്നിട്ടുണ്ട്. ക്ലബ് സാൻഡ്വിച്ച്, അൽഫ്രഡോ പാസ്ത വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ ടേസ്റ്റ് അൽഫ്രഡോ ചെയ്യുന്നുണ്ട്. മറ്റത് ഒന്നും പറയാനില്ല, ചെയ്യുന്നുണ്ട്. പാസ്ത അൽഫ്രഡോ. അടിപൊളി, ഒന്നും പറയാനില്ല. ചീസ് സോസും വൈറ്റ് സോസൊക്കെ എല്ലാം കാണുന്നു, ഒരു രക്ഷയില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാം. ഞാൻ അതിൻ്റെ അകത്ത് വേറൊരു സൈഡിൽ ഇതാണ് ഞാൻ കാണിക്കുന്നത്. അതിനുശേഷം ഇത് വെളിയിലത്തെ വ്യൂ ആണ്. അവിടുത്തെ വെളിയിൽ ഇൻഡോർ ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ടായിരുന്നു. അതിൻ്റെ വെളിയിലത്തെ വ്യൂ ആണ്. അടിപൊളി വ്യൂ ആയിരുന്നു കാണാൻ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പിന്നെ ഇതാണ് വെളിയിലത്തെ ഫുൾ ഏരിയ നിങ്ങൾക്ക് കാണാം. അവിടുത്തെ ഫുൾ ഏരിയ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ്, അവിടെ ഫുൾ ആളാണ്. ആ സൈഡിലെല്ലാം ആളാണ്. ഇത് വെളിയിൽ നിന്ന് തന്നെ കാണാം. റാഡിസൺ ബ്ലൂ. ഇതാണ് ഫുൾ ഹോട്ടൽ, വലുതാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇത് അവിടുത്തെ ഫുള്ളൊരു റെസ്റ്റോറൻറ്റ് കയറുന്നതിൻ്റെ എൻട്രി. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് അതേപോലെ തന്നെ ടാക്സി പിടിച്ച് തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ പോയിട്ട് തിരിച്ച് വന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫുള്ള് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് അത് കാണാം. ആ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് ഞാൻ കഴിച്ചത് കാര്യങ്ങൾ എല്ലാം ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾ ഫുള്ള് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ബാക്കി ഞാൻ എന്താണ് ഇതിൽ മെയിനായിട്ട് പറയാൻ നോക്കണമെന്ന് വെച്ചാൽ, സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല എക്സ്പെൻസീവാണ്. 5 സ്റ്റാർ ആണ്. പിന്നെ നോക്കണമെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ കഴിച്ചതെന്ന് പറഞ്ഞത് പാസ്ത, ഫെറ്റസിനി പാസ്തയും പിന്നെ അൽഫ്രഡോ പാസ്തയും പിന്നെ ക്ലബ് സാൻഡ്വിച്ച്. പിന്നെ അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു വിത്ത് ബേക്കണാണ് അതിൽ ഇൻഗ്രീഡിയൻസിലുണ്ട്. അത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ അവർ മാറ്റും. അങ്ങനെ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു, അത് അവർ മാറ്റി തന്നു. അതെല്ലാം അവർ ചെയ്തു. നല്ല
ആംബിയൻസും നല്ല സർവീസും നല്ല ആൾക്കാരുമായിരുന്നു, നല്ല പൊളൈറ്റ് ആയി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലെല്ലാം പോയി. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയായിരുന്നു. ആൾക്കാരെല്ലാം നല്ല രീതിയിലായിരുന്നു സെർവ് ചെയ്തതും കാര്യങ്ങളും എല്ലാം. പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ അല്ലല്ലോ, ലെമനേഡ്, ഹോം മെയ്ഡ് ലെമനേഡ്. പിന്നെ ഞാൻ ചെയ്തത് ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞു, അതിനെല്ലാം നല്ല വിലയാണ്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഈ 3-4 കാര്യങ്ങളാണ് വാങ്ങിച്ചത്. സംഭവം വെർത്തായിരുന്നു, ഒന്നും പറയാനില്ല. സത്യം പറയുകയാണെങ്കിൽ ആൽഫ്രഡോയും ക്ലബ് സാൻഡ്വിച്ചും വേറെ ലെവലും, ഒന്നും പറയാനില്ല. പിന്നെ അവർ കോംപ്ലിമെൻ്ററിയിൽ നമുക്ക് ബ്രെഡും വിത്ത് ഒലിവ് ഓയിൽസും കൊണ്ടുവയ്ക്കും. അത് നമുക്ക് ആദ്യം കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ തരുന്നതാണ്. അതെല്ലാ കടയിലും തരുന്ന പോലെ തന്നെയാണ് ഇവിടെയും സെർവ് ചെയ്തിട്ടുണ്ട്. അതും നല്ലതായിരുന്നു, നല്ല സോഫ്റ്റ് ബ്രെഡും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ വെളിയിൽ ഉണ്ട്, ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട്, അത് നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ കൗച്ച് ഏരിയ ഉണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ അല്ലാത്തൊരു സ്റ്റാൻഡേർഡ് ഏരിയയാണ് ചൂസ് ചെയ്തത്. ആ വീഡിയോയിൽ നിങ്ങൾക്കെല്ലാം കാണാം. വെളിയിൽ ഞാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വെളിയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യൂ കാര്യങ്ങളെല്ലാം കാണാം. ഞാൻ അകത്ത് പ്രിഫർ ചെയ്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു വെളിയിൽ, അത് കാരണം ഞാൻ അകത്ത് തന്നെ പ്രിഫർ ആക്കി. എന്തൊക്കെ പറഞ്ഞാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഹോട്ടലാണ്. ചിക്കൻ ബ്രസ്റ്റ് മാത്രം എനിക്ക് എന്തോ അങ്ങോട്ട് ഒരു ടേസ്റ്റ് നമുക്ക് പിടിക്കൂല. പ്രത്യേകിച്ച് ഇന്ത്യൻസ് ആയതുകൊണ്ടായിരിക്കും, ഇവർ വേറെ രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്, നമ്മളെ മസാല അല്ലല്ലോ. അത് കാരണം നമുക്കത് പാടായിരിക്കും. ബാക്കിയൊക്കെ സെറ്റായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ എല്ലാം കൂടെ ഒരു 170 എല്ലായി വിത്ത് ടാക്സ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏകദേശം ഒരു 5000 രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. ഇനിയും കുറേ ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ വേറെ കടകൾ നമുക്ക് നോക്കാം, എന്നിട്ട് ഞാനത് പറയാം. പക്ഷേ ഇത് എന്തായാലും ഒരു രക്ഷയില്ലായിരുന്നു. എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ നിങ്ങൾക്ക് ഫിലിനി റെസ്റ്റോറൻറ്റ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്, അവിടെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ക്യൂട്ടൊരു വ്ളോഗ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗ് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.